ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പവും കടലക്കറിയാണ് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്നത്. ഇത് ബണ്ണപ്പാണ്. ബണ്ണപ്പം പിന്നെ ഉഴുന്നൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന അപ്പമാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണിത്. ഇതിലേക്ക് നല്ല കോംബോ ആയിട്ടുള്ള നല്ലൊരു കടലക്കറി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കടലക്കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് ആദ്യം വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് പച്ചരി, സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉലുവയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ കഴുകിയെടുക്കണം. അതിൻ്റെ കലക്ക് പോകുന്നത് വരെ ശരിക്കൊന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കണം. ഒരു 4-5 മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വെക്കാം. ഇപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ അരക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് ഞാൻ ഇത് അവിലെടുത്തിട്ട് 1 ഗ്ലാസ് അവിൽ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകി വെള്ളം ഊറ്റി അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ അരി അരക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്കിത് കുതിർന്ന് വരും. അപ്പോൾ ഞാനിത് അരി അരക്കാനായിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള അരി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ ഇട്ട് ഒന്ന് വെള്ളം പിന്നെ ഒഴിച്ച് കഴുകിയെടുത്താൽ മതിയേ. വെള്ള അവിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ അടുത്ത് വെള്ള അവിലില്ല, സാധാ അവിലാണുള്ളത്. അതുകൊണ്ടാണ് ഞാനൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇങ്ങനെ കഴുകിയെടുത്തത്. അപ്പോൾ വേഗം കുതിർന്ന് കിട്ടും, ഒന്ന് വേഗം പൊതിരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേ 1 ഗ്ലാസ് അവിലും 1 ഗ്ലാസ് തേങ്ങയും, 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് അവിൽ 1 ഗ്ലാസ് തേങ്ങയും എടുത്ത് നല്ലതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്നത് സ്കിപ്പായി പോയതാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ. പിന്നെ ഇതേ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം ഒന്ന് ഉപ്പിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഉപ്പും നമുക്കിതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി കറക്കിയെടുത്തതിന് ശേഷം നമുക്കിതേ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതൽ വെള്ളമായി പോകാൻ പാടില്ല, വെള്ളം അധികം ആവാനും പാടില്ല. അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഉള്ളതൊക്കെ ഒന്ന് കൈക്കൊണ്ട് തന്നെ വടിച്ചിങ്ങോട്ട് എടുത്തേക്കാം, ഇങ്ങോട്ട് ഒഴിക്കാം. അതുപോലെ ഇത്തിരി വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറവാണെങ്കിൽ മാത്രം, കൂടി പോകാൻ പാടില്ല. കുറച്ചൊരു തിക്കോട് കൂടി വേണം ഈ മാവ് ഉണ്ടാവാൻ. നമ്മൾ ഇഡ്ഡലിക്ക് ദോശക്കൊക്കെ അരക്കുമ്പോൾ അതിലേറെ കുറച്ചും കൂടി ഒരു തിക്കായി തോന്നേ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒരു കയ്യിൽ വെച്ച് ശരിക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ രാവിലെയാണ് തലേന്ന് രാത്രി രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ തലേന്ന് രാത്രി തന്നെ അരച്ച് വെക്കുക. ഒരു 8 മുതൽ 10 മണിക്കൂറെങ്കിലും നമ്മളിത് മാവ് അരച്ച് വെക്കണേ. അതുപോലെ തന്നെ ശരിക്കും പിന്നെ നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പക്കാരോ ഇഷ്ടമൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നല്ല പൊങ്ങി വരാൻ നമ്മൾ എളുപ്പമായി ഞാൻ പറഞ്ഞു തരാം. ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കൈ വെച്ചിട്ട് ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഒന്നും കൂടി നല്ല സ്മൂത്തായി പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. പണ്ട് നമ്മൾ അമ്മമാരൊക്കെ ചെയ്യുന്ന രീതിയാണിത് അപ്പത്തിനൊക്കെ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. രാവിലെ ചുട്ടെടുക്കുകയും ചെയ്യാം. പിറ്റേ ദിവസം ഇതേ രാവിലെ ആയിട്ടുണ്ട്. ഒരു 10 മണിക്കൂർ ഇത് കൃത്യമായിട്ടുണ്ട് കേട്ടോ. നമ്മളത് അരച്ച് വെച്ചിട്ട് ഞാൻ തലേ ദിവസം ഒരു 8 മണിക്കാണ് ഇത് അരച്ച് വെച്ചത്. പിറ്റേ ദിവസം നമ്മളത് പിന്നെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ നല്ല അത്യാവശ്യം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് മാവ്. അപ്പോൾ നമ്മളിതേ അത് അപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം കടലക്കറി ഉണ്ടാക്കിയെടുക്കാം. കടല ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ടതായിരുന്നു. അപ്പോൾ കടലതേ നമ്മൾ ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഫെന്നൽ സീഡ്, അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള. ഒരു സവാള, അത്യാവശ്യം സവാള ഒന്ന് വലിയ തന്നെ എടുക്കണേ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 സവാളയും അരിഞ്ഞത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന രീതി കൈ വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് ഞെരടി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ കടലക്കറിയെ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നമ്മൾ തക്കാളിയോ ഒന്നും ഇടണ്ട. ഈ ഒരു സവാള, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ഈ മസാലപ്പൊടികളും മതി. കുറച്ച് ഗരം മസാലയും ചേർക്കണേ. ഒരു ബീഫിൻ്റെ നല്ലൊരു പ്രത്യേക ഒരു വാസനയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത് ഒന്ന് നമ്മൾ ശരിക്കും ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു വറവ് ഇട്ടെടുക്കാനുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചു. അതുപോലെ തന്നെ ചെറിയൊരു പച്ചമുളക്, 2 അല്ലി കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 2 ചെറിയ ഉള്ളി അരിഞ്ഞത്, അതും നമ്മൾ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ, ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ദേ നന്നായി മുരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഏറിപ്പോയിട്ടോ. അപ്പോൾ ഇത് നമുക്കിതേ ഈ മാവിലേക്ക് അങ്ങ് കോരി ഒഴിക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതേ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. നല്ല കുഴിയുള്ള ചട്ടി നോക്കിയെടുക്കുക നമ്മൾ ഈ അപ്പം ചുട്ടെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതേ ചീനച്ചട്ടിയിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ വറവിട്ട ഇതിലുണ്ട്. അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട തടവേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ 1.5 തവി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിലായിരിക്കണം നമ്മളിത് ഉണ്ടാക്കേണ്ടത്. വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് കുറച്ച് കൂടുതൽ ടൈമൊന്നും വേണ്ട കേട്ടോ. കുറച്ച് ടൈം കൊണ്ട് ഇത് വെന്ത് കിട്ടുകയും ചെയ്യും, ഉള്ളൊക്കെ നന്നായി വേവുകയും ചെയ്യും. ഇതേ ആദ്യത്തെ അപ്പം തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങി വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഓരോ അപ്പം ഉണ്ടാക്കുമ്പോൾ തിരിച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ ശീലയിൽ മുക്കിയിട്ട് തടവി കൊടുത്താലും മതി, അല്ലെങ്കിൽ ഓരോ സ്പൂണിൽ തിരിച്ച് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താലും മതി, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെയാണ് ചുട്ടെടുക്കുന്നത് വെച്ചാൽ അങ്ങനെ ചുട്ടെടുത്താലും മതി. എനിക്ക് ചീനച്ചട്ടിയാകുമ്പോൾ അതാണ് എനിക്ക് എളുപ്പമായി തോന്നിയിട്ടുള്ളത്, നല്ലതായി തോന്നിയിട്ടുള്ളതും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം. കുറേശ്ശെ ഓരോന്ന് ചുടുമ്പോൾ നമ്മൾ തിരിച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും വേണേ. കൂടുതൽ വേണ്ട, ഇത്തിരി മതി, ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാത്രം. അതുപോലെ തന്നെ ചെറിയ തീയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ. കൂടുതൽ കട്ടിയിലൊന്നും നമ്മൾ പാരരുതേ. നല്ല സോഫ്റ്റാണ് കേട്ടോ, ഉള്ളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇതേ രണ്ടാമത്തതും ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് മുഴുവനും ചുട്ടെടുക്കണേ. അപ്പോൾ ഓരോന്ന് ചുടുമ്പോൾ നമ്മൾ തിരിച്ച് വെളിച്ചെണ്ണ നമ്മൾ തടവി കൊടുക്കണേ. പിന്നെ ശീല വെച്ച് തടവിയാലും മതി, കുറച്ചങ്ങ് ഒഴിച്ചാലും മതിയേ. അപ്പോൾ ഈ സമയം നമ്മുടെ കടലക്കറി ഇവിടെ വെന്തിട്ടുണ്ട്, കടലയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിട്ടെടുക്കുന്നുണ്ട്. വറവിട്ടെടുക്കാൻ വേണ്ടി ഇതേ ചട്ടി നമ്മൾ സവാളയാണ് അരിഞ്ഞിട്ടുള്ളത്. സവാള കൊത്തി അരിഞ്ഞതാണ് എളുപ്പത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതുപോലെ അതിൽ നമുക്കിതേ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ കറി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഈ അപ്പത്തേക്ക് ഒന്ന് കുറുകിയൊരു കടലക്കറിയാണ് ടേസ്റ്റ് ഉണ്ടാവുക. പുട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും കൂടി ലൂസിൽ നമുക്ക് കറിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ അപ്പത്തിലാകുമ്പോൾ കുറച്ച് കുറുന്നനുള്ള കറിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് കുറുക്കിയെടുത്തത്. അപ്പോൾ ഇതേ നമ്മുടെ അപ്പവും കടലക്കറിയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുകയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതിലേക്കും ബൈ.